ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മകന്റെ വെഡ്ഡിംഗ് റിസപ്ഷൻ ആണ് ഇന്ന്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരുങ്ങി ഒരു സ്ഥലത്തേക്ക് പോകാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ. ചെറുപ്പം മുതലേ അമ്മ കണ്ണെഴുതി തരാറുള്ളതുകൊണ്ട് ആ ശീലം ഞാൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണ് ബോൾഡായിട്ട് എഴുതി കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതുകൊണ്ട് ഞാൻ ഐ മേക്കപ്പ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണിത്, ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ലിപ് ബാം. എൻ്റെ ലിപ്പ് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ലിപ് ബാം യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ ലിപ് ബാം ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഞാൻ അധികവും യൂസ് ചെയ്യാറുള്ളത്. ലിപ് ക്രാക്കിംഗ് ഒഴിവാക്കാനായിട്ട് ലിപ് ബാം ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ ലിപ്സ്റ്റിക് ഇടാറുള്ളൂ. ഒട്ടുമിക്ക ലിപ് ഷെയ്ഡ്സും എനിക്കങ്ങനെ ചേരാറില്ല. 2-3 ലിപ് ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് വേണ്ട ഷെയ്ഡിലേക്ക് ഞാൻ മാറ്റാറുള്ളത്. ലിപ്സ്റ്റിക് ഇട്ടതിന് ശേഷം ലിപ്പ് ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ്പ് ലൈനർ കൊണ്ട് ഞാൻ ഒന്ന് വരച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ലിപ്പ് ലൈനർ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ചെറി ബ്രൗൺ 06 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഒരു കോസ്മെറ്റിക് ഷോപ്പിൽ പോയപ്പോൾ അവിടുത്തെ സ്റ്റാഫ് എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണിത്. അന്ന് മുതൽ ഇത് എൻ്റെ കൂടെ ഉണ്ട്. ഇത്രയും കഷ്ടപ്പെട്ടാലേ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചൊരു ഷെയ്ഡ് കിട്ടാറുള്ളൂ. അപ്പോൾ മേക്കപ്പ് ഒക്കെ ഏകദേശമായി. ഇനി നമുക്ക് ഡ്രസ്സ് മാറിയാലോ? ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. റെഡ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കളറാണ് കേട്ടോ. പക്ഷേ ദാ എൻ്റെ ഇയർ റിങ് കണ്ടോ? ഈ ഇയർ റിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. ഇയർ റിങ്സ് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് പുട്ടപ്പ് ഹെയർ സ്റ്റൈൽ ചെയ്തത്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരുക്കം. പെർഫ്യൂം അടിച്ച് ഇറങ്ങാൻ നിന്നപ്പോൾ ദാ കറണ്ട് പോയി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.